ഹായ് ഫ്രണ്ട്സ്, ആകാശാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീ അവിടെ സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ദീപാവലിയൊക്കെ തുടങ്ങിയല്ലേ, നാളെ ദീപാവലിയാണല്ലോ. ഇതിപ്പോൾ സൺഡേ അല്ലേ? ആ, സൺഡേ കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇന്ന് വൈകിട്ട് ഞങ്ങൾ നാട്ടിലോട്ട് പോവുക കേട്ടോ. കാരണം ദീപാവലിക്ക് രാത്രി രാത്രി 11:30 ട്രെയിന്. സ്പെഷ്യൽ ട്രെയിൻ വിട്ട് ദീപാവലി ആണ്ട്. ഓ, ആകാശയ്ക്ക് സംസാരിക്കണമെന്ന് എനിക്ക് പറ. പറ. എന്നിട്ട് പറ. ഞാൻ സംസാരിച്ചപ്പോൾ അവക്ക് പറയണമെന്നെങ്കിൽ പറയോ. അപ്പം ഇന്ന് രാത്രി 11:30 ട്രെയിന്. അപ്പം ഇവിടെ ആകാശം മിയാമോക്ക് ബുധനാഴ്ച വരെ ലീവാണ്. ബുധനാഴ്ച എന്ന ഡേറ്റ് 23 വ്യാഴാഴ്ച സ്കൂളിൽ പോയാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ 3 ദിവസം ലീവാണ്. പിന്നെ ബാക്കി ചില സ്കൂളിലൊക്കെ ഒരാഴ്ചയോളം ലീവ് ഉണ്ട് കേട്ടോ ദീപാവലിക്ക്. അപ്പം നമ്മൾ ഇവിടെ ഭയങ്കര പടക്കം പൊട്ടിയിലായിരിക്കും. പിന്നെ ആകാശമോൾ ഇപ്പോഴേ എല്ലാവരും പടക്കം പൊട്ടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കാരണം ഓരോ വട്ടം പടക്കം പൊട്ടുള്ളൂ. ആകാശമോൾ എന്താണ് ചെയ്യുന്നത്? ഓരോ വട്ടം പടക്കം പൊട്ടുമ്പോൾ ആകാശമോൾ ഞെട്ടിക്കൊണ്ടിരിക്കും അല്ലേ ആ കുട്ടി? അപ്പോൾ ഓരോ വട്ടവും പടക്കം പൊട്ടിക്കുന്നതോറും ആകാശമോള് ഞെട്ടുവാ. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര പേടിയാട്ടോ. അതുകൊണ്ട് ആരും നമുക്ക് പോകണ്ടെന്ന് വിചാരിച്ചാൽ പിന്നെ നോക്കിയപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ഇതിപ്പോൾ ഒരു സ്പെഷ്യൽ ട്രെയിൻ ഇട്ടതാട്ടോ. അത് വിട്ടതിന് അന്ന് രാത്രി തന്നെ ടിക്കറ്റ് എടുത്തോട്ടോ. അതുകൊണ്ട് കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലായിരുന്നു. ട്രെയിനകത്ത് എടുക്കുമ്പോൾ വീഡിയോ എടുക്കാന്ന്. അങ്ങനെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. അങ്ങനെ ഒരു 3-4 ദിവസത്തേക്ക് ഇവിടെ പടക്കം പൊട്ടിക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുൾ പൊട്ടിയിലായിരിക്കും രാത്രിയും പകലുമായിട്ട്. അപ്പോൾ ആകാശമോൾ ഫുള്ള് ഞെട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അവൾക്ക് ഞെട്ടി ഇപ്പം തന്നെ അടുപ്പിച്ച് 2 ദിവസമൊക്കെ സുഖമില്ലാണ്ടായിട്ടോ. സുഖമില്ലാണ്ടായി. പിന്നെ അതിൻ്റെ പുറകെ വോമിറ്റിങ് അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. അതുകൊണ്ട് ഇനിയും പടക്കം കൂടുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് അല്ലേ ഞങ്ങൾ. അപ്പം നമ്മൾ വിചാരിച്ച് നാട്ടിൽ പോയി കൃപാസനത്തിലും പരുമല പള്ളിയിലും ചർച്ചിലൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഒരാഴ്ചത്തേക്ക്. അപ്പം നമ്മൾ ഒരാഴ്ച നാട്ടിൽ കാണും കേട്ടോ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. മിയാമോക്ക് അങ്ങനെ ലീവാണ്. സത്യം പറഞ്ഞാൽ മിയാമോടെ ലീവ് അറിയാതെ കേട്ടോ ടിക്കറ്റ് എടുത്തത്. എല്ലാം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഇന്നലെയാണ് അവിടെ സ്കൂളിൽ പറയണം 4 ദിവസത്തെ ലീവ് ഉണ്ട് എന്നുള്ള കാര്യം അല്ലേ മിയാമോളെ? എന്തായാലും നാട്ടിൽ പോകില്ല, അവളെ ഇവിടെ ആക്കിയിട്ട് പോകില്ല. കാരണം ആകാശയ്ക്ക് മിയാമോൾ അങ്ങനെ അവൾക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടാട്ടോ മിയാമോടെ ലീവ് അറിഞ്ഞത്. അതിന് മുമ്പ് തന്നെ ടിക്കറ്റ് എടുത്തത്. കാരണം എവിടെ പോയാലും ആകാശത്തിലൂടെ അവൾക്ക് ഒരു കൂട്ടെന്ന് പറയുന്നത് മിയാമോളാണല്ലോ. കളിക്കാനാണെങ്കിലും അല്ലേ ആ കുട്ടി? മിയാമോളില്ലാതെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ നീ? ഇല്ല. അപ്പം അതിനുമ്പ് നമ്മൾ ടിക്കറ്റ് എടുത്തു കേട്ടോ. മോളൊന്നും ചെയ്യില്ലടി. അപ്പം ഇങ്ങനെ ടിക്കറ്റ് എടുത്ത്. അപ്പം ഇന്നലെ അവരുടെ സ്കൂളിൽ നിന്ന് പറയുന്നത് 2 ദിവസത്തെ 3 ദിവസം ലീവ് ഉണ്ടെന്ന്. അപ്പം അങ്ങനെ കയ്യിങ്ങെടുത്തേ ലീവ് ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ വേറെ എന്നാ ഉണ്ട് മിയാമോടെ വിശേഷം പറയാൻ? മിയാമോടെ മുഖത്ത് കണ്ടോ ഉരു വന്നിട്ട് അത് ചൊറിഞ്ഞ് കുളമാക്കി നാട്ടിൽ പോകുന്ന സമയത്ത് അതൊരു പാടാക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും അതിനൊന്നും ചെയ്യല്ലേ. അങ്ങനെ അപ്പം നമ്മൾ ഇത്രയുള്ള വിശേഷങ്ങൾ. പിന്നെ പതുക്കെ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കാം കേട്ടോ. നാട്ടിൽ പോകുന്നതും കൃപാസനത്തിൽ ചർച്ചിൽ പോകുന്നത് പള്ളി പരുമല എല്ലായിടത്തും പോകണമെന്നുണ്ട്. പിന്നെ അവിടെ ചെന്നിട്ട് മഴയാന്ന് പറയുന്നത് കേട്ട്. ഇനി മഴ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ലല്ലേ നീയോ? അപ്പൊ നാട്ടിൽ മഴയാന്ന് പറയുന്നുണ്ട്. എങ്ങനെയാ പോവുക വരിക എന്നൊന്നും അറിയത്തില്ല. എല്ലാം പ്രാർത്ഥിച്ചു പോകുന്നല്ലേ ആ കുട്ടി? ഹാപ്പിയാണോ നാട്ടിൽ പോന്നേ? ആണോ? ട്രെയിനിൽ പോകുന്ന ഇഷ്ടമാണ്? ടാറ്റ പോകാൻ ഇഷ്ടമാണ്? എനിക്ക് മിയെ കൊണ്ടുപോണ്ട. മിയാമോൾ ഇവിടെ നിൽക്കട്ടെ അല്ലേ? നീ ഇവിടെ നിൽക്കട്ടെ. അവൾക്കറിയാം മിയെ കൊണ്ടുപോകാതെ പോകത്തില്ലെന്നല്ലേ ആ കുട്ടി? എനിക്ക് അമ്മ ഇവിടെ നിൽക്കട്ടെ. ആകാശം മിയയും കൂടെ പോയിട്ട് വരട്ടെ. അമ്മ ഇവിടെ നിൽക്കട്ടെ. അമ്മ ഇവിടെ നിൽക്കട്ടെ. മോള് പോയിട്ട് ഓക്കെ ഉറപ്പിച്ചാ? സമ്മതിച്ചാ? ഇടയ്ക്കാ. അപ്പം അങ്ങനെ ഞങ്ങൾ പോയിട്ട് വരാം. പിന്നെ ഷോമയുണ്ട്, ജയമ്മയുണ്ട്, അച്ഛയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ട്രിപ്പായിട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ. പറഞ്ഞേ മിയാമോളെ. ഇനി ബാക്കി മിയാമോള് പറഞ്ഞേ. പറ. വീഡിയോ എടുക്കുന്ന പറ. എങ്കിൽ ആകാശ പറ. ആ രണ്ടുപേരോട് പറഞ്ഞേ.
ഉറക്കെ പറ. ആ ഹാപ്പി ദീപാവലി. ബാക്കി പറ. സന്തോഷ ദീപാവലി. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറ. ഉറക്കെ പറ. ആ ഷെയർ ചെയ്യാൻ പറയാം. പിന്നെ നമ്മൾ പാക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു, ഇനിയും കുറച്ചൊക്കെ ഉണ്ട്. അപ്പം അച്ഛൻ എന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്തിട്ട് ഇപ്പം രാവിലെ തന്നെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം രാത്രി ട്രെയിനൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, ഓട്ടോയിലാണോ കാറിലാണോ പോകുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കുറച്ച് പെട്ടികൾ ഇപ്പോൾ കൊണ്ടുവെക്കും, 2-3 ബാഗ് കൊണ്ടുവച്ചിട്ട് പിന്നെ ബാക്കി വൈകിട്ട് പോകാൻ നേരത്ത് കൊണ്ടുപോകും. പിന്നെ അത്രയല്ലേ ഉള്ളൂ. വായി പറഞ്ഞേ. അപ്പം ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ആകാശമോളെ ഇരുന്ന് അങ്ങ് കിടന്ന് ആ ഉടുപ്പ് മൊത്തം നക്കി തിന്നു. ആ ബായ് പറഞ്ഞ കുട്ടി. വായ്. നീ നമ്മളെ വായി പറഞ്ഞേ. വായ്. ആങ്കി അതങ്ങ് സ്റ്റോപ്പ് ചെയ്തേടി മോളെ. ഒന്ന്